ഡിജിറ്റൽ മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ് എന്ന് പറഞ്ഞ റോളില്ലേ, ഇതൊരു ഭയങ്കര വലിയൊരു ഫാഡാണെന്ന് പറയാം. ലൈക്ക് ദർ ഇസ് നത്തിങ് കോൾഡ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ്. ഡിജിറ്റൽ മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവിന്റെ ഒരു ജോബ് റോൾ കണ്ടിട്ടുണ്ടെങ്കിൽ സോഷ്യൽ മീഡിയ, PPC, SEO, കുറച്ച് ആഡ്സ്, ഇത് ലിറ്ററലി 4 ആൾക്കാരാണ് ഒരു 5 ആൾക്കാർ ഒരു ടീം ചെയ്യേണ്ട ജോലിയാണ്. ജോബ് ഈ അഡ്വർടൈസ് ചെയ്തതിനല്ലേ കുറേ ആൾക്കാർ തന്നെ അപ്ലൈ ചെയ്യും. ഈ അപ്ലൈ ചെയ്യുന്ന ആൾ 20% എഫിഷ്യൻസി ഒരു കാര്യത്തിലേ ഉണ്ടാവുള്ളൂ. പക്ഷെ ഇന്റർവ്യൂ എടുക്കുന്ന ആൾക്ക് അറിയില്ല. ഹി ഹിംസെൽഫ് ഡസ് നോട്ട് നോ. ഇന്റർവ്യൂ എടുക്കുന്ന ആൾ പോലും ഒരു പേപ്പർ നോക്കിയിട്ട് ഇത് വായിക്കാൻ. പക്ഷെ ജോലി തുടങ്ങിക്കഴിഞ്ഞല്ലേ ഈ ആള് ഈ റോള് ഫില്ല് ചെയ്യൂല. So thank you so much for being here, Sheyaf ka. First, once I got to know that Sheyaf ka is going to be on the show, as usual, I was doing my background research and I found out that you're coming from a business background, multiple startups, a lot of failures, but right now running a great agency based in UAE, doing some amazing works, and you speak a lot about business, job roles, അതേപോലെ തന്നെ ഇൻഡസ്ട്രി മാർക്ക് ആൻഡ് ഓൾ ഓഫ് ദാറ്റ്. സോ ഐ വാസ് ലൈക്ക് വെരി ക്യൂരിയസ്, ആൻഡ് എസ്പെഷ്യലി കാരണം നമ്മളിപ്പം ഒരുപാട് സ്റ്റുഡൻസ് ആയാലും ഒരുപാട് ആൾക്കാർ പോഡ്കാസ്റ്റ് കേൾക്കുന്നതാണ് നമ്മുടെ അക്കാദമിയിലൊക്കെ വരുന്നുണ്ട്. സോ ലെറ്റ്സ് സ്റ്റാർട്ട് ഫ്രം who you were and who you are right now. So let's talk a bit about yourself. Okay, quick snapshot. എൻ്റെ പേര് ഷെയാഫ് ഹാഷിം. ഞാൻ ഒറിജിനലി കണ്ണൂരിൽ നിന്നാണ്, എൻ്റെ ഹോം ടൗണ്. പക്ഷേ ബോൺ ആൻഡ് ബോട്ടപ്പ് ദുബായിലാണ്. ലൈക്ക് ഐ ബീൻ ദെയർ ഫോർ ദ പാസ്റ്റ് 34 വർഷം. യു ക്യാൻ ഗെസ് മൈ ഏജ്. 34. സോ ഞാൻ തുടക്കത്തിൽ ലൈക്ക് ഒരു ബിസിനസ് ബാക്ക്ഗ്രൗണ്ട് നല്ല വരുന്നത്. ഐ സ്റ്റാർട്ടഡ് പ്യുവർലി കോളേജിൽ പഠിക്കുന്ന സമയത്താണ് ഐ സ്റ്റാർട്ടഡ് വർക്കിംഗ് അറ്റ് ദ ഏജ് ഓഫ് 17. പക്ഷെ ആ സമയത്ത് ഒരു ഓൺടർപ്രണൽ ബഗ് ഉണ്ടായിരുന്നു. ദാറ്റ് ടൈം ഈ ഓൺടർപ്രണർഷിപ്പ് എന്ന് പറഞ്ഞൊരു ടേം ഒന്നും അത്ര ഫേമസ് ആയിരുന്നില്ല. ബട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യണം. അങ്ങനെ ഓഡ് വെബ്സൈറ്റ്സ് ചെയ്യും. ഐ യൂസ് ടു ഹാവ് ഫ്രണ്ട്സ് ഹു യൂസ് ടു ഹാവ് ഫ്രണ്ട്സ്. അവരൊക്കെ ഇങ്ങനെ വെബ്സൈറ്റ്സ് ചെയ്യും, ഡിസൈൻ ചെയ്യും, അങ്ങനെയൊക്കെ ഓഡ് പ്രോജക്ട്സ് ഇതൊക്കെ ചെയ്തു. പിന്നെ 2007-8 ഐ സ്റ്റാർട്ട് വർക്കിംഗ്. അങ്ങനെയാണ് ഫസ്റ്റായിട്ട് എനിക്ക് 2007 ഐ സ്റ്റാർട്ട് ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യാൻ തുടങ്ങി. അവിടെ നിന്നാണ് ഈ മാർക്കറ്റിങ്ങിന്റെ കോൺസെപ്റ്റ്. ഫസ്റ്റ് ഞാൻ തുടങ്ങിയത് ഡിസൈനിലാണ്, ബ്രാൻഡിങ്. അപ്പോൾ ഞാൻ ഭയങ്കര അമേസ്ഡ് ആയി. ലൈക്ക് ദ പ്രോസസ്, ദ കപ്പാസിറ്റി. ഒരു ഡിസൈൻ കാണിച്ചിട്ട് ആൾക്കാരൊരു ഫീലിംഗ് മാറ്റുക, അല്ലെങ്കിൽ ഒരു ഡിസിഷൻ എടുക്കുക. ഇതൊക്കെ ഒരു ഭയങ്കര ഇൻട്രസ്റ്റിംഗ് കോൺസെപ്റ്റ് ആയിരുന്നു എനിക്ക്. അങ്ങനെ അവിടുന്ന് പിന്നെ ഒരു 3-4 വർഷം ഐ വർക്ക്ഡ് ഇൻ ബാങ്കിങ്, ഐ വർക്ക്ഡ് ഇൻ ഏവിയേഷൻ. ഏവിയേഷൻ എന്ന് വെച്ചാൽ നമ്മളെ പ്രൈവറ്റ് ഏവിയേഷനാണ്, VIP ജെറ്റ് ചാർട്ടേഴ്സിൻ്റെ. അപ്പോൾ അതിൽ മാർക്കറ്റിങ്ങിലുണ്ടായി. അങ്ങനെ ഒരു 2009 എത്തിയപ്പോൾ ഐ റീച്ച്ഡ് എ പ്ലേസ്. ഐ എം ലൈക്ക് ഡിസൈൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ ഞാൻ നാട്ടിൽ വന്നു. കൊച്ചിയിൽ ഐ വെന്റ് ടു ഇൻസ്റ്റിറ്റ്യൂട്ട് ടു ലേൺ ഗ്രാഫിക് ഡിസൈൻ. അങ്ങനെ ഒരു 3-4 മാസം ഒന്ന് ദുബായിൽ നിന്നൊരു ബ്രേക്ക് ആയിരുന്നു. അങ്ങനെ ഗ്രാഫിക് ഡിസൈൻ്റെ കോഴ്സ് ചെയ്തിട്ട് ആ സമയത്ത് എൻ്റെ മൈൻഡിലുണ്ടായിരുന്നില്ല എനിക്കൊരു ഗ്രാഫിക് ഡിസൈനർ ആവണം. ബിക്കോസ് ഡിസൈൻ വാസ് റിയലി എനിക്ക് ഭയങ്കര ഇറ്റ് യൂസ് ടു ലൈക്ക് റിയലി എക്സൈറ്റ് മീ. അങ്ങനെ തിരിച്ച് ദുബായിൽ പോയി ഒരു 1.5 വർഷം ഗ്രാഫിക് ഡിസൈനറായിട്ട് പാർട്ട് ടൈം ഒക്കെ ചെയ്തു. അപ്പോൾ അതിലെനിക്ക് ഇമീഡിയറ്റ്ലി മനസ്സിലായി എൻ്റെ നേച്ചറിന് പറ്റിയതല്ല. ബിക്കോസ് മേക്ക് ദ ലോഗോ ബിഗർ, കളർ മാറ്റുക, ഫോണ്ട് മാറ്റുക, എനിക്ക് തീരെ പേഷ്യൻസ് ഉണ്ടായിരുന്നില്ല. സോ അങ്ങനെ 2012 ഞാൻ ഒരു കമ്പനിയിൽ ഐ വാസ് സ്റ്റിൽ വർക്കിംഗ്. ഞാൻ എംപ്ലോയി ആയിരുന്നു. അങ്ങനെ ഒരു ബ്രാൻഡിങ് പ്രോജക്റ്റ് ഞാൻ ചെയ്തു. ആ കമ്പനിക്ക് വേണ്ടി വേറൊരു തിരൂറിലൊരു ടീമായിട്ട്, ദുബായിലൊരാളുടെ തിരൂറിലൊരു ടീമായിട്ട് ഒരു ബ്രാൻഡിങ് പ്രോജക്റ്റ് ചെയ്തു. ആ ബ്രാൻഡിങ് പ്രോജക്റ്റ് ചെയ്തപ്പോൾ എനിക്ക് തോന്നി എന്തുകൊണ്ട് എനിക്കിത് സ്വന്തമായിട്ട് ചെയ്തുകൂടാ. അങ്ങനെയാണ് എൻ്റെ സെക്കൻഡ് ഓർ തേർഡ് ശരിക്കും പറയാൻ ബിസിനസ്. അതിനു മുമ്പ് 2 ബിസിനസ്. ഒന്ന് 2010 ഒരു എടെക് സ്റ്റാർട്ടപ്പ് ആയിരുന്നു, ഈ സ്കൂൾ എന്ന് പറഞ്ഞിട്ട്. ഐ ഡോണ്ട് നോ ഇഫ് ഇറ്റ്സ് സ്റ്റിൽ ദെയർ. പക്ഷെ അതിലും ഞാൻ ഒരു മാർക്കറ്റിംഗ് ഡിസൈൻ കപ്പാസിറ്റിയിലാണ് കയറിയത്. സോ എനിവേസ് ഫാസ്റ്റ് ഫോർവേഡ് ഈ 2013 ഐ ഡിസൈഡഡ് ഐ വിൽ സ്റ്റാർട്ട് എ ബിസിനസ് കോൾഡ് ഡിസൈൻ റിപ്പബ്ലിക്. തുടങ്ങി. ഐ വാസ് വൺ മാൻ ഷോ വർക്കിംഗ് വിത്ത് ഡിഫറെൻറ്റ് ഡിസൈനേഴ്സ് അക്രോസ് ദ വേൾഡ്. ഒരു 1.5 വർഷത്തിൽ ഞാൻ ഐ മൈറ്റ് ഹാവ് ഡൺ അറൌണ്ട് 18 to 19 പ്രോജക്ട്സ്. അത് സ്റ്റാർട്ട് ചെയ്തത് ഫുള്ള് വിഷ്വൽ ഡിസൈൻ എന്നാണ്. ആ സമയത്ത് നമ്മൾ ഈ ഡിസൈനിൽ തുടങ്ങുമ്പോൾ ഇറ്റ്സ് അബൌട്ട് ബ്രാൻഡിങ്, ലോഗോ, കളർ. ആൻഡ് ഓൾ മൈ ലൈഫ് എല്ലാ ഗ്രോത്തും ഞാൻ ഉണ്ടായത് മെന്റേഴ്സിന്റെ ത്രൂ ആണ്. സോ അങ്ങനെ ഒരു പ്രോജക്റ്റ് വന്നപ്പോൾ ഐ മെറ്റ് എ വെരി ഇൻട്രസ്റ്റിംഗ് ഗായ് കോൾഡ് വിപുൽ എന്ന് പറഞ്ഞിട്ട്, വിപുൽ വികാഷ്. ഹി വാസ് വർക്കിംഗ് ഫോർ എ വെരി ബിഗ് ബ്രാൻഡിങ് ഏജൻസി. ഹി ചേഞ്ച്ഡ്. പുള്ളിക്കാരൻ എൻ്റെ കംപ്ലീറ്റ് പെർസെപ്ഷൻ മാറ്റി ഡിസൈനിനെ പറ്റിയിട്ട്, അല്ല ബ്രാൻഡിങ്ങിനെ പറ്റിയിട്ട്. അപ്പോൾ പുള്ളിക്കാരൻ എൻ്റെ അടുത്ത് പറഞ്ഞു, ഫോർ മീ ഇറ്റ് വാസ് ന്യൂസ്. ബിക്കോസ് ഞാൻ എന്താ സമയത്ത് ചെയ്യാന്ന് വെച്ചാൽ ഐ യൂസ് ടു കീപ് എൻ്റെ ഒരു നെറ്റ്വർക്ക് ഇങ്ങനെ ബിൽഡ് ചെയ്തുകൊണ്ട് നിൽക്കും ഡിസൈനേഴ്സിന്റെ. പിന്നെ ബിഹാൻസിൽ പോകും, ദുബായിലെ ഏറ്റവും ഹയസ്റ്റ് റേറ്റ് ഡിസൈനേഴ്സിനെ മെസ്സേജ് ചെയ്യും.
അപ്പം എൻ്റെ പോർട്ട്ഫോളിയോ കാണുമ്പോൾ കുറേ ആൾക്ക് റിപ്ലൈ തന്നെ ചെയ്യില്ല ബിക്കോസ് ഐ ഹാഡ് വെരി സ്മോൾ പോർട്ട്ഫോളിയോ. ഈ പുള്ളിക്കാരൻ ഫോർ സം റീസൺ ഒരു ഇൻട്രസ്റ്റ് എടുത്തു. എൻ്റെ അടുത്ത് ചോദിച്ചു ഹൗ മച്ച് ഡു യു ചാർജ്, ഷെയാഫ് എത്ര ചാർജ് ചെയ്യുന്നത്? അപ്പോൾ ഞാൻ പറഞ്ഞു ആ സമയത്ത് ഞാൻ 6,000 dirhams ആണ് ചാർജ് ചെയ്യുന്നത്. അപ്പം പുള്ളിക്കാരൻ പറഞ്ഞു പ്ലീസ് ഡോണ്ട് ഗെറ്റ് മീ റോങ്, പൈസ അല്ല, പക്ഷേ നിൻ്റെ പ്രൊഫൈലിൽ ഞാൻ നോക്കി ആൻഡ് 6,000 നീ ചാർജ് ചെയ്യുമ്പോൾ നീ ദ കൈൻഡ് ഓഫ് ക്ലയൻസ് നീ വർക്ക് ചെയ്യുന്നത് അവരുടെ അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ബ്രാൻഡിങ് വളരെ ഡിഫറെൻ്റ് ആണ്, ഞാൻ ചെയ്യുന്ന വർക്ക് ഡിഫറെൻ്റ് ആണ്, ഗുഡ് ലക്ക് ഷെയാഫ് എന്ന് പറഞ്ഞു. അപ്പം ഇതെനിക്കൊരു ഭയങ്കര പ്രശ്നമായി. I'm like, I could not take it. I'm like, why is he saying no? So I went, met this guy, built a rapport with him, and I said, എങ്ങനത്തെ പ്രോജക്റ്റ് ആണ് ചെയ്യേണ്ടത്? So he told me, branding is all about the strategy and the story. The visual element ഏറ്റവും ലാസ്റ്റ് ആണ് വരുന്നത്. അങ്ങനെ അവിടുന്നാണ് പുള്ളിക്കാരൻ ഫസ്റ്റ് ഒരു പ്രോജക്റ്റ് ചെയ്തു, ഒരു 25,000 dirhamsന്റെ. സോ ഫോർ മീ ഞാൻ എമൗണ്ട് എന്ന് പറഞ്ഞാൽ ദുബായിൽ 25,000 നമ്മളൊരു പ്രോജക്റ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ ഭയങ്കര വലിയൊരു കേസാണ്. 2013-14 ആസ് എൻ ഇൻഡിവിജ്വൽ. ബിക്കോസ് ആ സമയത്ത് ഞാൻ 6,000, 7,000, 8,000 dirhamsന്റെ പ്രോജക്ട്സാണ് ചെയ്യുന്നത്. അറ്റ് ദ സെയിം ടൈം ആൾക്കാർ 1,500-2,000 dirhamsനാണ് ഓഫർ ചെയ്യുന്നത് ഈ സെയിം വർക്ക്. അപ്പോൾ അവിടുന്ന് തുടങ്ങി ഒരു വർഷത്തോളം ഡിസൈൻ റിപ്പബ്ലിക് റൺ ചെയ്തു, പല പല ഡിസൈനേഴ്സിന് വരെ വർക്ക് ചെയ്തു. അങ്ങനെ ഒരു ദിവസം ഒരു പ്രോജക്റ്റിന് വേണ്ടിയിട്ട് ഒരാൾ എന്നെ വിളിച്ചു, ലൈക്ക് ഒന്ന് മീറ്റ് ചെയ്യാൻ പറ്റാം, ഒരു വലിയൊരു ഹോസ്പിറ്റൽ ഗ്രൂപ്പ് ഉണ്ട് ഇന്ത്യയിലും യു എയിലുള്ള, അതിൻ്റെ ഡിജിറ്റൽ ബ്രാൻഡ് ഗൈഡ് ലൈൻസ് ഉണ്ടാക്കണം എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഞാൻ പുള്ളിക്കാരനെ പോയി മീറ്റ് ചെയ്തിട്ട് ഞാൻ ഇമീഡിയറ്റ്ലി പറഞ്ഞു ഇതെനിക്ക് പറ്റില്ല, ഇറ്റ്സ് ടു ബിഗ് ആൻഡ് ഐ ഹാവ് നോട്ട് ഡൺ ഇറ്റ്. അവിടുന്ന് ഒരു ഡിസ്കഷൻ സ്റ്റാർട്ടായി ആൻഡ് ദിസ് പേഴ്സൺ വാസ് ദ ഓണർ ഓഫ് Ubrik മീഡിയ, മനാഷ്, മൈ പാർട്ട്ണർ നൗ. സോ അവിടുന്ന് ഒരു ഡിസ്കഷൻ ഇങ്ങനെ മുന്നോട്ട് പോയി ആൻഡ് അറ്റ് ദാറ്റ് ടൈം Ubrik വാസ് ഇൻ എ ഫേസ് വെർ they were a very big agency dealing with ഏറ്റവും വലിയ റിയൽ എസ്റ്റേറ്റ് ഏജൻസും വലിയ വലിയ ക്ലയൻസ് ആയിട്ടുള്ള. അപ്പം അങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി വന്നു, ദേ ഓഫർഡ് മീ എ ജോബ് സെയിൽസിൽ. അപ്പം ഞാൻ പറഞ്ഞു എനിക്ക് സെയിൽസ് ചെയ്യേണ്ട ആവശ്യമില്ല, ഒബ്വിയസ്ലി നിങ്ങൾക്ക് കാശ് കൂടുതൽ തരും, പക്ഷേ ഐ എം മൈ ഓൺ ബോസ്. അങ്ങനത്തെ ഒരു രീതിയിൽ ഒരു 6-7 മാസത്തിൽ വി കെയിം ടു എൻ അഗ്രിമെൻറ്റ് ദാറ്റ് ഓക്കെ ഐ വിൽ കം ഇൻ ആസ് എ പാർട്ട്ണർ, 50% പാർട്ട്ണർ, ആൻഡ് വി സ്റ്റാർട്ട്. അവിടെ നിന്നാണ് എൻ്റെ ഡിജിറ്റൽ ജേർണി തുടങ്ങുന്നത്. ഈ ഫസ്റ്റ് ഒരു 3-4 മാസം 6 മാസം എന്ന് പറഞ്ഞാൽ ഡിസൈനും ഡിജിറ്റലും കംപ്ലീറ്റ്ലി ഡിഫറെൻറ്റ് മെത്തഡോളജിയാണ് അറ്റ് ദാറ്റ് ടൈം ഫോർ മീ. ഞാൻ പറഞ്ഞു ഞാൻ ഇത്രയും കാലം നമ്മളൊരു പഴയ മലയാളം ഫിലിം ഉണ്ടല്ലോ, എന്താണ് മഴ പെയ്യുന്നു മണ്ഡലം കൊട്ടുന്നു എന്നിട്ട് പറഞ്ഞിട്ട് അതിലൊരു സീനുണ്ട് വെരി ഫേമസ്, ഒരു കയ്യിൽ ഒരു ഡ്രോയിങ് വെച്ചിട്ട് ഒരു കൈനൊരു ഡ്രോയിങ് ഉണ്ടാവും, എൻ്റെ ആ ഡ്രോയിങ് ഹി ട്രൈസ് ടു പിച്ച്. ഫോർ മീ ബ്രാൻഡിങ് വാസ് ലൈക്ക് ദാറ്റ്. എന്ത് ഡിസൈൻ കിട്ടിക്കാനാലും ഐ വുഡ് കൺസിഡർ മൈസെൽഫ് എ ഡീസെന്റ് സെയിൽസ്മാൻ. സോ എന്ത് കോൺസെപ്റ്റ് കിട്ടിക്കാനാലും ഐ വിൽ ഗോ ആൻഡ് സെൽ ഇറ്റ്. നമ്മൾ ഡിജിറ്റൽ എങ്ങനെ സെല് ചെയ്യുക, എന്താണ്, ഐ ഹാഡ് നോ ക്ലൂ. പക്ഷെ ഒരു 6-7 മാസം കഴിഞ്ഞപ്പം ഐ ഗോട്ട് എ ഐഡിയ ഓഫ് എന്താണ് എങ്ങനെയാണ്. ദെൻ ഐ റിയലൈസ്ഡ് ഡിസൈൻ ഇസ് നൈസ്, ബട്ട് ഡിജിറ്റലിൽ ഒരു ക്ലയൻറ്റിനെ ക്ലോസ് ചെയ്യാനും, because end of the day I'm not saying design does not have revenue impact. So 6-7 now it's been like 8 year now. Fast forward 8 year, the kind of marketer I've become, or a kind of, I'm not a marketer anymore, I'm running the business now. The kind of person I've become is every digital or anything marketing has to be connected with revenue. ROI process, ROI undavanam, like some sort of ROI should be there. ഇതല്ലാണ്ട് നമ്മൾ എന്ത് ചെയ്തിട്ടും കാര്യമില്ല. സോ അങ്ങനെയാണ് 2014 ഞാൻ യൂബ്രിക്കിൽ തുടങ്ങി. ഇപ്പം 7 years ആയി. ഐ റിയലി ഡോണ്ട് കോൾ മൈ സെൽഫ്, വി ഡോണ്ട് കോൾ അവർ സെൽസ് എൻ ഏജൻസി എനിമോർ. ഏജൻസി അല്ല, നമ്മൾ ഏജൻസിയിൽ നിന്ന് മാറി സൊല്യൂഷൻ പ്രൊവൈഡറായി മാറി ഒരു റവന്യൂ മാനേജ്മെന്റ് കമ്പനി എന്ന് നമ്മൾ, ദിസ് ഇസ് ദ ന്യൂ പൊസിഷനിങ് ദാറ്റ് വി ആർ ഡൂയിങ്. ഓക്കെ, സോ അതാണ് ഒരു നട്ട്ഷെൽ എൻ്റെ 7-10 yearsന്റെ all the kind of experience that I've had. So awesome. So that's like a great എന്താ പറയുക journey of so many things, like ഒരുപാട് sectors that you have covered, like real estate, I think aviation, non-profit, edtech, design, edtech, all of that. So again, നമ്മൾ you are based and you offer services in UAE, like Dubai based ആണ് കാര്യങ്ങൾ മെയിൻലി വരുന്നത്. Middle East based ചെയ്തിട്ട്. Also there is like that's an entirely different market അല്ലേ, like overseas മാർക്കറ്റും ഇന്ത്യൻ മാർക്കറ്റും entirely different ആണ്. ഈവൻ ലൈക്ക് പ്രൈസിങ് ആയാലും റിക്വയർമെൻറ്റ്സ് ആയാലും ബ്രാൻഡിങ് ആയാലും എല്ലാം entirely different ആണ്. സോ മോസ്റ്റ്ലി ഞാൻ കണ്ടിട്ടുള്ളതാണെന്നുണ്ടെങ്കിലും വാട്ട് വി ഹാവ് സീൻ ഇസ് ഇൻഫ്രാസ്ട്രക്ചറിൻ്റെ കോസ്റ്റും ഇൻവെസ്റ്റ്മെൻറ്റ് ഇതൊക്കെ കാരണം യൂഷ്വലി യു എയിലുള്ള ഒട്ടുമിക്ക ഏജൻസീസ് ആയാലും വർക്കിംഗ് ഒക്കെ ചെയ്യുന്നത് ഔട്ട്സോഴ്സ് ചെയ്യുന്നതാണ്. സോ വാട്ട് ഈസ് ദിസ് ഡിഫറൻസ് ഇൻ ദ കൾച്ചർ, ലൈക്ക് അതായത് ഡിജിറ്റൽ മാർക്കറ്റിംഗ് അല്ലെങ്കിൽ ബിസിനസ് കൾച്ചറിലുള്ള ഡിഫറൻസ് എന്താ ഇന്ത്യ ആൻഡ് ഓവർസീസ്? എനിക്ക് തോന്നുന്നത് ദ ബിഗ്ഗസ്റ്റ് ഡിഫറൻസ് കൾച്ചറിനെ കാട്ടിയ മൈൻഡ് സെറ്റാണ്. ഓക്കെ, ഐ വിൽ സ്റ്റാർട്ട് വിത്ത് ദുബായിലെ UAE മൈൻഡ് സെറ്റ്. UAE ഒരു ഇപ്പം ടു മേക്ക് ഇറ്റ് കുറച്ചും കൂടി ക്ലിയർ ആക്കാൻ, ഇപ്പോൾ കേരളത്തിൽ നമ്മൾ മലയാളികൾ മാത്രമേ ഡീൽ ചെയ്യുന്നത്. അപ്പോൾ ഒരു കോമൺ മൈൻഡ് സെറ്റ് ഉണ്ട്. കോമൺ മൈൻഡ് സെറ്റ് എന്ന് വെച്ചാൽ
നമ്മൾ സൈക്കോളജിയിൽ ഓർ ഫ്യൂ ഇൻവിസിബിൾ സ്ക്രിപ്റ്റ്സ് എന്ന് പറയും. ലൈക്ക് ഫോർ എക്സാമ്പിൾ ഒരു മൈൻഡ് സെറ്റ് എന്താണ്, ബിസിനസ് വേണം പക്ഷെ കാശ് ചിലവാക്കാൻ റെഡിയല്ല. ഒരു നോർമൽ ഇതാണ്. പിന്നെ രണ്ടാമത് ഈ മാർക്കറ്റിംഗ് ഒക്കെ എന്താ, ലൈക്ക് നമ്മൾ ഇത്ര കാലം ഇവിടുത്തെ വരെ എത്തിയില്ലേ, ഇങ്ങനെ പോയിക്കോളും, ആ ഒരു മൈൻഡ് സെറ്റാണ്. നൗ വെൻ യു ഗോ ടു ദുബായ്, റൈറ്റ്, ദുബായ് ഈസ് ലൈക്ക് എ മെൽറ്റിംഗ് പോട്ട്. ഇന്ത്യൻസിന് തന്നെ മലയാളി കൾച്ചർ ഉണ്ട്, സൗത്ത് ഇന്ത്യൻ, നോർത്ത് ഇന്ത്യൻ. സൗത്തിൽ തന്നെ നമ്മൾക്ക് കേരള ആൾക്കാർ ചിന്തിക്കുന്ന വേറെ ഇത്, കർണാടകൻ ചിന്തിക്കുന്നത്. സോ ദുബായ് ഈസ് ദറ്റ് അൾട്ടിമേറ്റ് മെൽറ്റിംഗ് പോട്ട്. ലൈക്ക് ശരിക്കും പറഞ്ഞാൽ ബിരിയാണിയാണ്. ഇറ്റ്സ് ലൈക്ക് എ ബിരിയാണി, പ്രോപ്പർ ബിരിയാണി തന്നെ. അഗൈൻ പീപ്പിൾ കനോട്ട് അഗ്രി ഓൺ ഒരു ഡിഷിന് മേലെ. സോ അവിടെ ഇങ്ങനെ വരുമ്പോൾ എന്താണെന്ന് വെച്ചാൽ ഓവറോൾ മാർക്കറ്റ് നോക്കിയാൽ മാർക്കറ്റിൽ തന്നെ 3 തരം ക്ലയൻസ് ഉണ്ട്. ഐ എം ഷുവർ ഇന്ത്യയിലും സെയിം ആണ്. 3 തരം ക്ലയൻസ് വെച്ചാൽ ഒന്ന് നമ്മൾ ലാംഗ്വേജ് നമ്മൾ പറഞ്ഞ ഒരു പിരമിഡ് ഉണ്ടെങ്കിൽ ഏറ്റവും ബോട്ടമിലുള്ള ക്ലയൻസ്. ദീസ് ആർ ക്ലയൻസ്, അവരെ ആനുവൽ റവന്യൂ ലെറ്റ്സ് എ 1 മില്യൺ തരമിൻ്റെ താഴെയായിരിക്കും. ഇങ്ങനത്തെ ക്ലയൻസ് സ്പെൻഡ് ചെയ്യുന്നതിനെ പറ്റി ചിന്തിക്കുമ്പോൾ തന്നെ അവർ നോക്കാൻ ഏറ്റവും ചീപ്പസ്റ്റ് ഏതാണ് ഓപ്ഷൻ കിട്ടാൻ. ദിസ് ഇസ് ദ നമ്പർ 1 ദേ ലുക്ക്. അപ്പം അങ്ങനെ നോക്കുമ്പോൾ അവർ പറയും, ഓക്കെ ദുബായിൽ എന്തായാലും നമ്മൾക്ക് ഇത് അഫോർഡ് ചെയ്യാൻ കഴിയില്ല, ഔട്ട്സോഴ്സ് ചെയ്യാം. ഔട്ട്സോഴ്സ് എന്ന് പറഞ്ഞാൽ അഗെയിൻ ഔട്ട്സോഴ്സ് എന്ന് പറഞ്ഞാൽ അവർ നോക്കാൻ ഏറ്റവും ബെസ്റ്റ് അല്ല, ഏറ്റവും ചീപ്പാണ്. ദേ വിൽ സേ ചീപ്പ് ആൻഡ് ബെസ്റ്റ്, ബട്ട് ദേ ഓൾവേസ് ലുക്ക് ഫോർ ദ ചീപ്പസ്റ്റ് ഓപ്ഷൻ. ഇത് ആ തേർഡ് ടൈപ്പ് ഓഫ് കമ്പനി. പിന്നെ മിഡ് റേഞ്ച് SMEs ഉണ്ട് ദുബായിൽ. ഈ മിഡ് റേഞ്ച് SMEs എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദീസ് ആർ കമ്പനീസ് ഹു ആർ നാഷണൽ ഓൺ കമ്പനീസ്. ലൈക്ക് UAE അവിടെ നിന്ന് ഉണ്ടായ ബിസിനസ് ഫാമിലീസ്. ഇവർക്കൊക്കെ നല്ല ബഡ്ജറ്റ്സ് ഉണ്ടാവും, പക്ഷെ അവരെന്താണെന്ന് വെച്ചാൽ ദേ ഡോണ്ട് അണ്ടർസ്റ്റാൻഡ് മാർക്കറ്റിംഗ് അറ്റ് ഓൾ. ഇങ്ങനത്തെ ആൾക്കാരും ചില സമയത്ത് ഇറ്റ് ഓൾ ഡിപ്പെൻഡ്സ് ഓൺ ദ മാർക്കറ്റിംഗ് മാനേജർ ഹു സിറ്റിംഗ് ദർ. ഇപ്പം ആരും മലയാളിയോ ഇന്ത്യക്കാരനാണെങ്കിൽ അയാൾ ഫസ്റ്റ് തന്നെ പറയണേ ഇതൊക്കെ എന്തിനാ ഇവിടുന്ന് ചെയ്യുന്നത്, നമ്മൾക്ക് നാട്ടിൽ നിന്ന് ചെയ്യിപ്പിക്കാം. ചിലപ്പോൾ we are talking about only Kerala, not India. We are talking about India, Pakistan, Bangladesh, Philippines. Like the list is unlimited now. Especially with COVID, everything is remote. Every country is pitching. Ukraine, Estonia, Russia. എല്ലാവരും പിച്ച് ചെയ്യുന്നു. നമ്മുടെ കോമ്പറ്റീഷൻ ഭയങ്കര സ്ട്രോങ് ആണ് ഇപ്പോൾ. ഇത് രണ്ടാമത്തെ ഒരു തരം ബിസിനസ്. പിന്നുള്ളത് മെയിൻ B2B കമ്പനീസ്. ദീസ് ആർ കമ്പനീസ് വിച്ച് ആർ ഇന്റർനാഷണൽ ബ്രാൻഡ്സ് വിച്ച് ഹാവ് എൻ ഹെഡ് ക്വാർട്ടേഴ്സ് ലെറ്റ്സ് സേ ഇൻ UAE. ഇങ്ങനത്തെ ആൾക്കാർ ദേ അണ്ടർസ്റ്റാൻഡ് മാർക്കറ്റിംഗ്. They have the budget as well. These people never look at outsourcing. Outsourcing and nokula because പണ്ട് പറയുന്നത് they need a neck to catch. Like if something goes wrong, they need somebody to hold accountable. So usually they prefer to work with a company which is registered and has a physical office in Dubai. അതന്നെ ഇപ്പം ഭയങ്കര. ഇപ്പം എൻ്റെ യൂബ്രിക്കിൽ നമ്മളെ മെയിൻ ക്ലയൻസ് പ്രിഡോമിനൻ്റ്ലി എഡ്യൂക്കേഷൻ, ഹയർ എഡ്യൂക്കേഷൻ, K-12 B2Bs ആണ്, ഇൻഡസ്ട്രിയൽ മാനുഫാക്ചറിങ്. ഇവരൊക്കെ പണ്ട് ഫിസിക്കൽ വേണം, പക്ഷെ ആഫ്റ്റർ കോവിഡ് എവരിബഡി അണ്ടർസ്റ്റുഡ് ഇറ്റ് വർക്ക്സ്. ബട്ട് ദേ ആർ ഓക്കെ ബിക്കോസ് എൻ്റെ തന്നെ യൂബ്രിക്കിലെ ടീം 5 പേര് ദുബായിലാണ്, ബാക്കി 15 പേര് ഇന്ത്യ, പാകിസ്ഥാൻ, ബ്രസീലിലെ സ്പ്ലിറ്റാണ്. So we are also remote to a particular extent. So these are the 3 types of companies. A third type of company ആണ് എപ്പോഴും ഔട്ട്സോഴ്സിംഗിനെ പറ്റി ചിന്തിക്കുന്നത് മെയിൻലി. Maybe the second one, the UAE based companies also they will look. But the number one, that big, the actual client that you need, ഇവർ ഒരിക്കലും ഔട്ട്സോഴ്സിംഗിനെ പറ്റി ചിന്തിക്കില്ല. സോ ദ തിങ് ഈസ് നമ്മൾ ആക്ച്വലി ഇപ്പം ചിന്തിക്കണത് ഒരു ബിസിനസ് തുടങ്ങുന്ന സമയത്ത് അല്ലെങ്കിൽ ഏജൻസീസ് ട്രൈ ചെയ്യുന്നത് ടു റീച്ച് ഔട്ട് ടു ദിസ് Tier 2 and Tier 3 കമ്പനീസ്. Tier 1 നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് എന്നുള്ളതാണ്. ഫോക്കസ് ചെയ്തതിനാലും ഇറ്റ് ഇസ് എ വെരി ഹാർഡ് ടാസ്ക് ബിക്കോസ് Tier 1 ആൾക്കാർ ദേ ഹാവ് റിക്വയർമെന്റ്സ്. ഇപ്പം നമ്മൾ വെണ്ടർ രജിസ്റ്റർ ചെയ്യുമ്പോൾ തന്നെ അവർ ചോദിക്കും നിങ്ങളെ കമ്പനി എവിടെയെന്ന് ഹെഡ് ക്വാർട്ടേർഡാ, ഇവിടെ എത്ര ആൾക്കാരുണ്ട്. അപ്പം ഇങ്ങനത്തൊക്കെ ഇത് വരുമ്പോൾ യു വിൽ നോട്ട് ബി ഏബിൾ ടു രജിസ്റ്റർ യുവർ കമ്പനി ഓൾസോ. പക്ഷെ മിഡ് റേഞ്ച് നാഷണൽ കമ്പനീസും Tier 3 കമ്പനീസ്, Tier 3 കമ്പനീസിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം വെച്ചാൽ കാലാകാലം you will have to run behind them. Now giving it a different spin from a perspective of a person who's working, like let's say somebody who's in your academy now, Haris&Co academy, who's trying to learn. I would always say, if let's say you're looking for a job, you always look for a job for Tier 2 or Tier 1. Tier 3 നെ ഒരിക്കലും വർക്ക് കൈന്നൊന്നും ചെയ്യരുത് ബിക്കോസ് ദ ഇമ്പാക്റ്റ് വളരെ ലോ ആണ്. And you're talking about the mindset, right? So your third algar mindset, literally, they really don't value marketing per se. Results vanninengilum chelappോ nammal share cheyilla. Transparency valare koravaayirikkum. Yeah. So maybe you can try for your optionally you can work with them, but generally as an agency or as an individual always try to go for the Tier 2 or Tier 1. Tier 1 la namukku keri pattanu bhayangaram easy alla. Pinne oru vera vello difference India and UAE market. UAE il it is very modern but still traditional. Relationships matter a lot. So you can definitely win a project or get a job with your credentials.
അറ്റ് ദ സെയിം ടൈം വിത്ത് ദ ക്രെഡൻഷ്യൽസ് ഇഫ് യു ഹാവ് സം റെഫറൻസ്. അതിപ്പോൾ ലോകത്ത് എല്ലായിടത്തും അങ്ങനെയാണ്. പക്ഷെ ദുബായിൽ ബിക്കോസ് ചെറിയൊരു സ്ഥലമുണ്ട്, കുറച്ചും കൂടി സ്ട്രോങ് ആണ്. അപ്പോൾ അവിടെ വാസ്ത തന്നെ എനിക്ക് പറയാം. ജോക്സ് അബൌട്ട് ഇറ്റ്. ലിങ്ക്ഡിനിൽ ഒരു UAE മാത്രം ഒരു പുതിയ സെക്ഷൻ വരും, ലിങ്ക്ഡിൻ വാസ്ത എന്ന് പറഞ്ഞിട്ട്. ബേസിക്കലി റെക്കമെൻഡേഷൻ. സോ ദാറ്റ് ഓൾസോ റിയലി ഒരു ഭയങ്കര വലിയ ഡിഫറൻസ് ആണ്. പിന്നെ എന്താണ് the end of the day for a business or a person looking for a job, the biggest difference is the currency. So ഇവിടെയും അവിടെയും തമ്മിൽ പേയ്മെന്റ് ആപ്പറ്റൈറ്റ് കുറച്ചും കൂടി കൂടുതലാണ് അവിടെ. ലൈക്ക് ആൾക്കാരുടെ ബഡ്ജറ്റ്സ്. സോ ഈ Tier 2 Tier 1 കമ്പനീസിന്റെ പ്രത്യേകത എന്താണ്? ഒരു കൊല്ലം തുടങ്ങുന്നതിന് മുമ്പേ അവർ മാർക്കറ്റിംഗ് ബഡ്ജറ്റ് സെറ്റ് ചെയ്യും. ഈ Tier 3 കമ്പനീസ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഇവിടുത്തെ കേരളത്തിലൊരു വലിയ ഡിഫറൻസ് ഐ ഹാവ് സീൻ ഇസ് വലിയ വലിയ ബിസിനസ്സസ് ആണ്. ലൈക്ക് ദേ ഹാവ് ക്രോർസ് ഇൻ ടേൺ ഓവേഴ്സ് ബട്ട് ദേ ഡോണ്ട് ഹാവ് എ മാർക്കറ്റിംഗ് ബഡ്ജറ്റ്. This is the reason when you approach them and say ഇത്രയാവും, like ഇതിനിപ്പോൾ ബഡ്ജറ്റ് ഇല്ല, നമ്മളുടെ കാശില്ല. But at the same time these people are spending like hundreds of thousands of rupees on a lot of other initiatives. Because two reasons. One, they factored for it beginning of the year. Or because they've been doing this forever, they just keep doing it. So പൈസ ഇല്ലാത്തത് യൂഷ്വലി ഡിജിറ്റൽ മാർക്കറ്റിംഗ്. ആൻഡ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഇന്നത്തെ കാലത്ത് ഏറ്റവും കൂടുതലും അറ്റ്ലീസ്റ്റ് ഇൻ യുവർ മാർക്കറ്റിംഗ് മിക്സ് ഡിജിറ്റൽ മാർക്കറ്റിംഗിലാണ് ഏറ്റവും കൂടുതൽ നിങ്ങളുടെ ബിസിനസ് വരുന്നത് നിങ്ങൾക്ക് ട്രാക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഒരു ഹോർഡിങ്, നത്തിങ് അഗെയിൻസ്റ്റ് ദ ബിസിനസ് ദാറ്റ് ഇൻവെസ്റ്റ് എ ലോട്ട് ഇൻ ഹോർഡിങ്സ്. പക്ഷെ നിങ്ങളൊരു ₹1 കോടി ചിലവാക്കിയിട്ട് വലിയ കുറേ ഹോർഡിങ്സ് വെച്ചു. You don't know where they're coming from. കഴിഞ്ഞ ഫസ്റ്റ് 3 കൊല്ലം ഞാൻ ബിസിനസ് ഡിജിറ്റൽ ഇറങ്ങിയപ്പം ദിസ് വാസ് ദ ബിഗസ്റ്റ് ആർഗ്യുമെന്റ് ദാറ്റ് ഐ ഹാഡ്. The biggest argument that I used to literally diss on, like പറയില്ല ഇത് നടക്കൂല, നിങ്ങൾ വെറുതെ ഹോർഡിംഗ് പോലെ ചിലവാക്കണ്ട. But then later on I had a client, ഒരു ഹൈ സ്കൂൾ, ഒരു യൂണിവേഴ്സിറ്റി ഉണ്ട്, ഭയങ്കര വലിയ യൂണിവേഴ്സിറ്റി ആണ് ദുബായിൽ. സോ എവറി ക്യാമ്പയിൻ ദാറ്റ് യൂസ് ടു കം, അവർ ഹെവിലി റേഡിയോ ഹോർഡിംഗ്, ദുബായിൽ ഷേഖ് സായദ് റോഡ് എന്ന് പറഞ്ഞിട്ടുണ്ട്, ഷേഖ് സായദ് റോഡിൽ എല്ലായിടത്തും ഹോർഡിംഗ് വെക്കും. ആ സമയത്ത് സെർച്ചിന്റെ വോളിയൂം കൂടും. നോർമൽ സെർച്ച് വോളിയൂമും ആ സമയത്ത് പീക്ക് ഉണ്ടാവും. സോ ഇമ്മീഡിയറ്റ്ലി ഐ നോ ഇത് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന എവിടുന്നാണ്, ഇത് ഹോർഡിംഗ് റേഡിയോ ആക്ടിവിറ്റിയാണ്. അല്ലെങ്കിൽ ബാക്കി 9 മാസം ഒരു പെർട്ടിക്കുലർ റേഞ്ചിൽ പോകുന്ന സാധനം ആ ഒരു പെർട്ടിക്കുലർ മാസം പെട്ടെന്ന്, ബിക്കോസ് പീപ്പിൾ ആർ സീയിങ് ബട്ട് സ്റ്റിൽ വി ആർ അസ്യൂമിങ് ദിസ്. അപ്പാർട്ട് ഫ്രം ദാറ്റ്, സോ ഡെഫിനറ്റ്ലി ഒരു വൺ ഓഫ് ദ തിങ്സ്, ലെറ്റ്സ് സേ ഒരു ബിസിനസ് ഓണർ ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ ഇൻ കേരള, ലെറ്റ്സ് സേ നമ്മൾ കാലിക്കറ്റിലായിക്കോട്ടെ, കേരളത്തിലായിക്കോട്ടെ, the biggest thing you can do is year on year, whenever you're planning for your finances, ഒരു മാർക്കറ്റിംഗ് ബഡ്ജറ്റ് ക്ലിയർ ആയിട്ട് വെക്കുക. ഒരു റൂൾ ഓഫ് തം എന്നാണ് 3 to 10% ആയിക്കോ, 3 to 5% ആവാം, 5 to 10% ആവാം, ഡിപ്പെൻഡിങ് ഓൺ ഏത് സ്റ്റേജിലാണ് നിങ്ങളുടെ ബിസിനസ് ഉള്ളത്. അതിനനുസരിച്ച് നിങ്ങൾക്ക് മാർക്കറ്റിംഗ് ഇത് ചെയ്യാം. Awesome. So that's a lot of insight. Thank you so much. ഇനിയിപ്പം അടുത്ത ലൈക്ക് നമ്മുടെ ഇപ്പം ഡിസ്കഷൻ എന്നുള്ളത് തന്നെ ലൈക്ക് ഹോട്ട് ജോബ്സ്, ഹോട്ട് റോൾസ് ഇൻ ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്നുള്ളതാണ്. And like just connecting to how you started, the 2008-09 when you started as a designer, and again when you went into digital in 2013, the entire industry or market was literally different. And also from last episode namukku oda like discussion undayadnu vechana, again a lot of people think that digital marketing is something that emerged after COVID. That's a different thing, right? So it's been existing and ഒരുപാട് ഡൈനാമിക്സ് ചേഞ്ച് ചെയ്തിട്ടുണ്ട്. And again there are like plenty of different roles that we have. For example, just social media manager was never a job earlier, and now it's like a full-fledged job, a career. So what changes are there in the job roles? Like right now, how is the industry, അല്ലെങ്കിൽ എന്താണ് different perspectives, especially നമുക്കിപ്പം ചോദിക്കേണ്ട പെർസ്പെക്റ്റീവ് വെച്ചാൽ വി ഹാവ് ലോട്ട് ഓഫ് സ്റ്റുഡൻസ് ഓവർ ഹിയർ, ആൻഡ് അഗെയിൻ എല്ലാ 2 മാസത്തിലും നമുക്ക് പുതിയ ബാച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ്. ആൻഡ് ദർ ആർ ലൈക്ക് റിക്വയർമെൻറ്റ്സ് വി ആർ ഗെറ്റിംഗ് ഓൺ എ ഡെയിലി ബേസിസ്. ബട്ട് മോസ്റ്റ്ലി എല്ലാവരും ചോദിക്കുന്നത്, വെൻ ഐ ടോക്ക് അബൌട്ട് കേരള, വി വോണ്ട് എ ഡിജിറ്റൽ മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ് അല്ലെങ്കിൽ അസോസിയേറ്റ് എന്ന് പറഞ്ഞിട്ടാണ്. ലൈക്ക് ഇറ്റ്സ് നോട്ട് സ്പെസിഫിക്. സോ ലൈക്ക് what is it? Like how is it? How is it? First of all, Rizwan, digital marketing executive myth, I want to break this. I'm sure you've broken this myth. Businesses, ഇതിൽ കേൾക്കുന്നുണ്ടെങ്കിൽ, ബിസിനസ് ഓണേഴ്സ് ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ, ഹയറിംഗ് മാനേജേഴ്സ് ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ ഡിജിറ്റൽ മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ് എന്ന് പറഞ്ഞ റോളില്ല. ഇതൊരു ഭയങ്കര വലിയൊരു ഫാഡാണെന്ന് പറയാം. ലൈക്ക് ദർ ഇസ് നത്തിങ് കോൾഡ് എ ഡിജിറ്റൽ മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ്. ഡിജിറ്റൽ മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവിൻ്റെ ഒരു ജോബ് റോൾ കണ്ടിട്ടുണ്ടെങ്കിൽ സോഷ്യൽ മീഡിയ, PPC, SEO, കുറച്ച് ആഡ്സ്, ഇത് ലിറ്ററലി 4 ആൾക്കാരാണ്, ഒരു 5 ആൾക്കാർ, ഒരു ടീം ചെയ്യേണ്ട ജോലിയാണ്. ബട്ട് സ്റ്റിൽ ഹാവിങ് സെഡ് ദിസ്, നിങ്ങൾ ഇത് ജോബ് ഈ അഡ്വർടൈസ് ചെയ്തതിനല്ലേ കുറേ ആൾക്കാർ തന്നെ അപ്ലൈ ചെയ്യും. നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണമെന്ന് വെച്ചാൽ ഈ അപ്ലൈ ചെയ്യുന്ന ആൾ ചിലപ്പോൾ ഏതെങ്കിലും ഒരു കാര്യത്തിൽ മാത്രം ഫോർ ഓൾ അതിന് ഒരു 20% എഫിഷ്യൻസി ഒരു കാര്യത്തിലേ ഉണ്ടാവുള്ളൂ. പക്ഷേ
ഇന്റർവ്യൂ എടുക്കുന്ന ആൾക്ക് അറിയില്ല. ഹി ഹിംസെൽഫ് ഡസ് നോട്ട് നോ. ഇന്റർവ്യൂ എടുക്കുന്ന ആൾ പോലും ഒരു പേപ്പർ നോക്കിയിട്ട് ഇത് വായിക്കാൻ. ഓക്കെ, സോ ആ ആള് വ്യക്തിയോ ലൈക്ക് മാൻ ഓർ വുമൻ ഹൂവർ ഇറ്റ് ഇസ് ദർ ഇത് വായിച്ചിട്ട് പറയും ഇത് നിങ്ങൾക്കറിയോ. ലെറ്റ്സ് സേ കുറച്ചും കൂടി അഡ്വാൻസ് ഒരു ടാസ്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ പോലും ആൾ ചെയ്യും. പക്ഷെ ജോലി തുടങ്ങിക്കഴിഞ്ഞാൽ ഈ ആൾ ഈ റോള് ഫില്ല് ചെയ്യൂല. ബിക്കോസ് ഈ PPC ലെറ്റ്സ് സേ ആഡ്സ് എന്ന് പറഞ്ഞതിന് ഒരു ഓഷ്യനാണ്. PPC പേപ്പർ ക്ലിക്ക് എന്ന് പറഞ്ഞൊരു ടേം. ഓഷ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 5 കൊല്ലം മുമ്പ് ലെറ്റ്സ് ടോക്ക് അബൌട്ട് ആഡ്സ്. ഒരു 7 years മുമ്പ്, ഒരു 10 years മുമ്പ് ലെറ്റ്സ് സേ യൂബ്രിക് ദുബായിൽ 10 ഏജൻസീസിൻ്റെ ഒരു ഏജൻസിയായിരുന്നു PPC സർവീസ് തുടങ്ങിയത്. ആ സമയത്ത് ഹോട്ട് കേക്ക് ആയിരുന്നു. ഹോട്ട് കേക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാർക്കറ്റിൽ നമ്മൾ മലയാളത്തിൽ ഹോട്ട് കേക്ക് അല്ല, ചുട്ടപ്പം. അപ്പോൾ ആ സമയത്ത് നമ്മൾ ചെയ്യുമ്പോൾ ഏജൻസീസിൻ്റെ ഒരു എല്ലാ കൊല്ലം ഒരു ക്യാമ്പയിൻ മിഡിൽ ഈസ്റ്റ് ഏതോ ഒരു വലിയൊരു പബ്ലിക്കേഷൻ അതിൻ്റെ ഒരു ചാർട്ട് വരും. ആ ചാർട്ടിലൊരു 15 ഏജൻസി ഉണ്ടാവും. അതിൽ യൂബ്രിക് മീഡിയ വരും. മീഡിയ ബൈയിങ് നാം പറയാനെങ്കിൽ മീഡിയ ബൈയിങ് ഏജൻസി. പക്ഷെ ഇന്ന് 10 years ഫാസ്റ്റ് ഫോർവേഡ് ആയിക്കഴിഞ്ഞാൽ I would say it's still a hot cake, but for different reasons. വേറെ റീസൺസിനാണ്. ബിക്കോസ് ആ സമയത്ത് വെറും ഗൂഗിൾ മാത്രമേ പെയ്ഡ് ആയിട്ടുണ്ടായിട്ടുള്ളൂ. ഇന്ന് ഗൂഗിൾ ഉണ്ട്, ഫേസ്ബുക്കിൻ്റെ കംപ്ലീറ്റ് ഇക്കോസിസ്റ്റം ഉണ്ട്, ഫേസ്ബുക്ക് ഇൻസ്റ്റഗ്രാം ഇക്കോസിസ്റ്റം ഉണ്ട്, ട്വിറ്റർ ഉണ്ട്, സ്നാപ്ചാറ്റ് ഉണ്ട്. ഓക്കെ, ഇന്ത്യയിൽ ടിക്ടോക്ക് ഇല്ല, പക്ഷെ ടിക്ടോക്ക് ഉണ്ട്. പുറത്ത് എല്ലായിടത്തും ടിക്ടോക്ക്. നമ്മൾ മെനി ഓഫ് മൈ ക്ലയൻസ് അറിയാൻ ടിക്ടോക്ക് ഉണ്ട്. റഷ്യയിൽ യാൻഡെക്സ് ഉണ്ട്, ഗൂഗിളില്ല അവിടെ. ചൈനയിൽ ബൈഡു ഉണ്ട്, ബിങ് ഉണ്ട്. സോ ഐ എം ലൈക്ക് ഒരു വലിയൊരു ഇക്കോസിസ്റ്റമാണ്. ഈ ഇക്കോസിസ്റ്റത്തിൽ തന്നെ ഫോർ എക്സാമ്പിൾ വെറും PPC ലൈക്ക് ഗൂഗിൾ എടുത്തിട്ടുണ്ടെങ്കിൽ തന്നെ ഗൂഗിളിൽ തന്നെ ഇ-കൊമേഴ്സ്, നോർമൽ ആഡ്സ്, ഓരോരോ സ്പെഷ്യലൈസേഷൻ ഉണ്ട്. സോ പറയാന്ന് വെച്ചാൽ എല്ലാ ഇക്കോസിസ്റ്റത്തിലും അതിൻ്റെതായ സ്പെഷ്യലൈസേഷൻസ് ഉണ്ട്. സോ 10 കൊല്ലം മുമ്പ് ഇങ്ങനെയില്ല. ഒരു PPC കാരൻ ഇന്നൊരു ആഡ് ലിങ്ക്ഡിനിൽ പോയിട്ട് ദുബായിലോ അല്ലെങ്കിൽ US മാർക്കറ്റിൽ പോയി നോക്കിയാൽ അതിൽ കാണും PPC സ്പെഷ്യലിസ്റ്റ് അല്ലെങ്കിൽ ഗൂഗിൾ ആഡ് സ്പെഷ്യലിസ്റ്റ് വിത്ത് ഇ-കൊമേഴ്സ് അല്ലെങ്കിൽ ഇ-കൊമേഴ്സ് സ്പെഷ്യലിസ്റ്റ്. നീഷ് ഡൗൺ ഉണ്ട്. സോ കമ്മിങ് ബാക്ക് ടു ദിസ് തിങ് ഓഫ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞാൽ എക്സിക്യൂട്ടീവ് എന്നൊരു മിത്തില്ല. ഹയറിംഗ് മാനേജേഴ്സ് പ്ലീസ് നിങ്ങൾ ട്രൈ ചെയ്യണമെന്ന് വെച്ചാൽ ഒരു റോളിന് നിങ്ങൾ ഹയർ ചെയ്യാം. നിങ്ങൾക്ക് ഈ ഡിജിറ്റൽ മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഏജൻസീസിനെ ഹയർ ചെയ്യാം. ഇപ്പം കേരളത്തിലാണെങ്കിൽ Haris&Co ഹയർ ചെയ്യാം. എന്തിനാണെന്ന് വെച്ചാൽ ഒരു ഏജൻസി ഹാസ് ദീസ് 5 people versus, and more or less you are paying like 50% or 50% more or 100% more of what salary you had in mind. പക്ഷെ എന്താണ് നിങ്ങൾക്ക് 5 ആൾക്കാരെ കിട്ടും. ഒബ്വിയസ്ലി നിങ്ങൾക്ക് വേണ്ടി 24 മണിക്കൂർ വർക്ക് ചെയ്യില്ല, പക്ഷേ നിങ്ങൾക്ക് അറ്റൻഷനും കിട്ടും ഇതും. സോ ദിസ് ഇസ് എ വെരി ബിഗ് ചേഞ്ച് ഐ ഹാവ് ആക്ച്വലി സീൻ. അനദർ തിങ് ടോക്കിംഗ് അബൌട്ട് ഹോട്ട് റോൾസ് പെർ സെ. 6 വർഷം മുമ്പ് യൂബ്രിക്കിൽ നമ്മൾ ചെയ്യുന്ന സോഷ്യൽ മീഡിയ ഭയങ്കര ആക്ടിവേറ്റ് നമ്മൾ ചെയ്യും. ഇപ്പം ദുബായിൽ ഹ്യുണ്ടായി മുതൽ ജെനസിസ്, കിയ, പിന്നെ ലവാസ എന്ന് പറഞ്ഞൊരു കോഫി ബ്രാൻഡ് ഉണ്ട്. നമ്മൾ കുറേ F&B ബ്രാൻഡ്സും ഓട്ടോമോട്ടീവ് ബ്രാൻഡ്സും നമ്മൾ ചെയ്യുമായിരുന്നു. പക്ഷെ ഒരു 3 വർഷം മുമ്പ് നമ്മൾ സോഷ്യൽ മീഡിയ നിർത്തി. ഒന്നെന്ന് വെച്ചാൽ സോഷ്യൽ മീഡിയ ഭയങ്കര പ്രഷറാണ്. രണ്ടാമത് വളരെ ബുദ്ധിമുട്ടാണ് ഡയറക്റ്റ് റവന്യൂ ആയിട്ട് കണക്ട് ചെയ്യാൻ. ഒരു അവയർനെസ് മെട്രിക്സ് ഒക്കെ നല്ലതാണ്, അൺലെസ് പെയ്ഡ് ആഡ്സ് ചെയ്യുന്നുണ്ടെങ്കിൽ ഈസി. ബട്ട് അതല്ലാണ്ട് ജസ്റ്റ് മാനേജ്മെന്റ്. സോ ഇപ്പം ദുബായ് മാർക്കറ്റിൽ ഒരു വലിയ ഡിഫറൻസ് സോഷ്യൽ മീഡിയ ചെയ്യുന്നുണ്ട്, പക്ഷെ കമ്പനീസ് ഒക്കെ ഇൻഹൗസ് ചെയ്യും. അല്ലെങ്കിൽ വലിയ B2C ബ്രാൻഡ്സ് അവർ വലിയ ഏജൻസീനെ എടുത്ത് ക്രിയേറ്റീവായിട്ട് സോഷ്യൽ മീഡിയയിൽ ഒരു കാലണ്ടർ ഉണ്ടാക്കണമെന്ന് വിചാരിച്ചു. അതിന് മേലെ ഒരു $500,000 dirhams ഒരു കൊല്ലം ചെലവാക്കും ജസ്റ്റ് പ്രൊമോട്ട് ചെയ്യാൻ. ദീസ് ആർ ക്യാമ്പയിൻസ്. TVC ചെയ്യുന്നതിന്റെ പകരം ഇന്ന് ആൾക്കാർ സോഷ്യൽ മീഡിയ ആണ്. Apart from that, a very big role which was non-existent back then that I can look is copywriting അല്ലേ. പണ്ട് കോണ്ടന്റ് റൈറ്റർ ആയിരുന്നു. ഒരു 7 വർഷം മുമ്പ് നമ്മൾ കോണ്ടന്റ് റൈറ്റർ. ഇന്ന് ഈ കോണ്ടന്റ് റൈറ്റർ മാറിയിട്ട് കോപ്പി റൈറ്റർ ആയിട്ടുണ്ട്. കോപ്പി റൈറ്ററും കോണ്ടന്റ് റൈറ്ററിന്റെ ഡിഫറൻസ് എന്താണ്? കോണ്ടന്റ് റൈറ്റർ ക്യാൻ റൈറ്റ്, ക്രിയേറ്റീവായിട്ട് എഴുതും, കഥ എഴുതും. കോപ്പി റൈറ്ററിന്റെ ആകെ ഒബ്ജക്റ്റീവ് വിൽക്കലാണ്. ഹി റൈറ്റ് സംതിങ് വിത്ത് ഇന്റൻഷൻ ടു സെൽ ഓർ ഹി റൈറ്റ് സംതിങ് വിത്ത് ദ ഇന്റൻഷൻ ഓഫ് ഒരു ട്രിഗർ. സോ നമ്മളിന്ന് കാണാത്ത, നമ്മൾ പണ്ട് കാലത്തും ഇതുണ്ട്. ഇപ്പം നമ്മൾ പല ആഡ്സ് ന്യൂസ് പേപ്പറിൽ നോക്കിയാലും ആഡിൽ കണ്ടുകഴിഞ്ഞാലും ദ വേ സംതിങ് ഇസ് റിട്ടൺ ഒരു ഇമോഷന് ഇവോക്ക് ചെയ്യാനാണ്. ഇത് കോണ്ടന്റ് റൈറ്റേഴ്സ്. പണ്ടത്തെ കാലത്ത് കോപ്പി റൈറ്റർ എന്നാണ് അവർ. സോ ദേ യൂസ്ഡ് ടു കോൾ ദംസെൽഫ് കോണ്ടന്റ് റൈറ്റർ. ബട്ട് ടുഡേ കോപ്പി റൈറ്റേഴ്സ് ഭയങ്കര സ്ട്രോങ് ആണ്. സെയിം നമ്മൾ ആഡ് പറഞ്ഞ ഒരു കോപ്പി റൈറ്റിംഗ് ഒരു ഇക്കോസിസ്റ്റമാണ്. ഈ ഇക്കോസിസ്റ്റം പൊളിച്ചു കഴിഞ്ഞാൽ 10 ഡിഫറെന്റ് ഏരിയാസ് ഉണ്ട്.
സോ ഇതൊക്കെ ഉണ്ട്. സംതിങ് ദാറ്റ് വാസ് കംപ്ലീറ്റ്ലി നോട്ട് ദർ ഇസ് CRM and automation. Which is again very hot right now. ഹോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഫ്യൂച്ചറാണ്. ഇപ്പം നമ്മൾ ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്നാണ് തുടങ്ങിയത് ബിസിനസ്സൊക്കെ. ഡിജിറ്റൽ മാർക്കറ്റിംഗ് നിന്ന് മാറിയിട്ട് ഇപ്പം ഓപ്പറേഷൻസിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ് ബിസിനസ്. പണ്ട് നമ്മൾ ആഡ്സ് റൺ ചെയ്യാണ്, ഇപ്പോൾ ഓപ്പറേഷൻസിലേക്ക് മാറിക്കൊണ്ടിരിക്കുക. സോ ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഒന്നിച്ച് കൊണ്ടുവരുന്ന ഒരു സംഭവമാണ് CRM and automation. അതിപ്പോൾ CRM എന്ന് പറഞ്ഞാൽ ഹബ്സ്പോട്ട് ആയിക്കോട്ടെ, സോഹോ ആയിക്കോട്ടെ, വാട്ട് എവർ CRM it is, you can actually bring all the digital marketing efforts to one place and end of the day you can see a number. A data. Yeah. Data എന്താണ്. So this is something also very new. Now apart from that, what I want to do is I'll take a step back. I'll also tell you some other roles. ഇപ്പോൾ നമ്മളിപ്പം PPC പറ്റി സംസാരിച്ചു, കോപ്പിനെ പറ്റി സംസാരിച്ചു, SEO പോലും നല്ല സ്ട്രോങ് ആണ് ഇപ്പം. SEO എനിക്ക് തോന്നുന്നത് പ്രോഗ്രാമിംഗ് മാതിരിയാണ്, കോഡിങ് മാതിരിയാണ്. കോഡിങ് കാലാകാലം ഡിമാൻഡ് ഇസ് അൺറിയലിസ്റ്റിക്. ഫോർ എക്സാമ്പിൾ കഴിഞ്ഞ വർഷമായി റീഡ് ലാബ്സ് എന്ന് പറഞ്ഞിട്ട് ഒരു കമ്പനി ഉണ്ട് കൊറിയയിൽ. സോഫ്റ്റ് ബാങ്കിൻ്റെ 127 million അവർക്ക് കിട്ടി. അവർ AI കമ്പനിയാണ്. they want 600 engineers. 600 engineers. Okay. They want to hire. കൊറിയയിലും ലോകത്ത് എവിടെയും ഡിമാൻഡ് ഇല്ല, ആൾക്കാരില്ല. ഉള്ള ആൾക്കാർ ഭയങ്കര സോട്ട് ആഫ്റ്ററാണ്. SEO is exactly like this also today. SEO ഇന്നായാലും ആസ് ലോങ് ആസ് സെർച്ച് എഞ്ചിൻസ് ജീവനോട് ഉണ്ടിടത്തോളം കാലം ആൻഡ് തിങ്സ് കീപ് ഗെറ്റിംഗ് ഇൻട്രസ്റ്റിംഗ്. SEOക്കാരും നിങ്ങൾക്ക് സ്പെഷ്യലൈസേഷൻ ഉണ്ടെങ്കിൽ SEOക്കാർക്കും നല്ല ഭയങ്കര ഡിമാൻഡാണ്. സിമിലർലി ഇപ്പം ഞാൻ ഡിസൈനിലായിരുന്നു. ഡിസൈനിലെ ആൾക്കാരെ ഫുൾ 7 കൊല്ലം മുമ്പ് യു ആർ എ ഗ്രാഫിക് ഡിസൈനർ. ഇപ്പം മാറി. ഇപ്പം UI UX യൂസർ എക്സ്പീരിയൻസ്. വൺ ഓഫ് ദ ഗൈസ് ഇൻ മൈ ടീം, ഹീസ് മേഡ് ദിസ് കംപ്ലീറ്റ് ട്രാൻസിഷൻ. പുള്ളിക്കാരനും ഭയങ്കര സ്ട്രോങ് ബ്രാൻഡിങ്ങിൻ്റെ ആളാണ്. ഇവിടെ കാണുന്ന മേക്കപ്പ് ബോക്സ് മുതൽ മാനിവേഴ്സ് മുതലൊക്കെ ഡിസൈൻ ചെയ്ത പുള്ളിയാണ്. ഫർഹാൻ എന്ന് പറഞ്ഞ എൻ്റെ ടീമിലുള്ള. ഹീ സ്റ്റാർട്ട് ഓഫ് ആസ് എ ഡിസൈനർ. ടുഡേ ഹീസ് ഓൺലി ലുക്കിംഗ് അറ്റ് ദ യൂസർ എക്സ്പീരിയൻസ്, UX. എൻ്റെ കമ്പനിയിൽ ദിസ് ഇസ് വാട്ട് ഇറ്റ് ഡസ്. a വലിയ എവല്യൂഷനാണ്. And the kind of stuff as a designer you get to hear, as a user experience, you are നമ്മളെ കയ്യിലാണ് കൺട്രോൾ. റാദർ ദാൻ ക്ലയൻറ്റ് സെയിങ് എനിക്കിത് കളർ ഇഷ്ടപ്പെട്ടിട്ടില്ല. യൂസർ എക്സ്പീരിയൻസിൽ കളർ ഇഷ്ടപ്പെടാതെന്ന് വെച്ചാൽ നമ്മൾ AB ടെസ്റ്റ് ചെയ്തും റെഡും ബ്ലൂവും വെച്ചിട്ട് ബ്ലൂവിലാണ് കൂടുതൽ ആൾ ക്ലിക്ക് ചെയ്തത്. നിങ്ങൾക്ക് പിന്നെ റെഡ് വേണമെന്ന് റെഡ് വെക്കാം, പക്ഷെ റെഡ് വെച്ചാൽ എന്താണ് റിട്ടേൺസ് ഉണ്ടാവില്ല, ശരിയാവില്ല. എനിക്ക് 10 പേജ് വേണം, 10 പേജിൽ ആൾക്കാർ സ്ക്രോൾ ചെയ്യുന്നില്ല. സോ യൂസർ എക്സ്പീരിയൻസും ഭയങ്കര സോളിഡാണ്. പിന്നെ ഈ ഡേറ്റ എന്ന് പറഞ്ഞിട്ടില്ല, ഇതും ഒരു ഭയങ്കര ഇമ്പോർട്ടൻറ്റ് ഏരിയ ആണ്. ഡേറ്റ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ ഡിജിറ്റൽ മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ് പോലത്തെ ഒരു റോളുണ്ട്, ഗ്രോത്ത് ഹാക്കർ എന്ന് പറഞ്ഞിട്ട്. ഗ്രോത്ത് ഹാക്കർ ഇസ് എ പേഴ്സൺ ഹു അണ്ടർസ്റ്റാൻഡ്സ് ഡേറ്റ മോസ്റ്റ് ഓഫ് ദീസ് ഏരിയാസ്. ഇപ്പോൾ PPCനെ പറ്റിയിട്ട് പുള്ളിക്ക് ഒരു ഫൗണ്ടേഷണൽ ഐഡിയ ഉണ്ട്, കോപ്പിനെ പറ്റി ഐഡിയ ഉണ്ട്. ഇതെല്ലാം ഐഡിയ ഉണ്ടായിക്കഴിഞ്ഞാൽ ഒരു ഡേറ്റ ആനലിസ്റ്റ് ആണെങ്കിൽ ഒരു ഏജൻസി ബാക്ക്ഗ്രൗണ്ടിൽ ഡേറ്റ എന്ന് വെച്ചാൽ ഒരു ഡാഷ്ബോർഡ് ക്രിയേറ്റ് ചെയ്ത് സാധനങ്ങളൊക്കെ ക്രിയേറ്റ് ചെയ്തു. ഇപ്പോൾ നമ്മുടെ ഏജൻസിയിൽ ഇപ്പോൾ യൂബ്രിക്കിൽ വി ഹാവ് സംബഡി, ദിസ് ഇസ് വാട്ട് ദേ ഡു. മെനി കമ്പനീസ് ഹാവ്. എല്ലാ റൺ ചെയ്യുന്ന ക്ലയൻസിൻ്റെ എല്ലാ ഡേറ്റ പോയിന്റ്സും ഒരു സ്ഥലത്ത് കണക്ട് ചെയ്തിട്ടുണ്ടാവും, ഇൻഡിവിജ്വലി ഓർ വൺ മാസ്റ്റർ ഡാഷ്ബോർഡ്. ഈ പുള്ളിൻ്റെ ആകെ ജോലി എന്താണ്? ഈ നമ്പേഴ്സ് നോക്കിയിട്ട് എന്താണ് ക്ലയൻറ്റിൻ്റെ ഗോള്. ഇപ്പോൾ KPI മന്ത്ലി ഇത്ര ബിസിനസ് ക്ലോസിങ്, ഇത്ര ലീഡ്സ് ആണ്, ഓപ്പൺ റേറ്റ് ഇമെയിലിൻ്റെത്, SEOൻ്റെത് ഒക്കെ ഒരു സ്ഥലത്ത് വെച്ചിട്ട് ഈ പുള്ളിൻ്റെ ജോലി ഇസ് ജസ്റ്റ് ടു സീ ഹൂ ഇസ് മീറ്റിംഗ് ടാർഗറ്റ്സ്, ഹൂ ഇസ് നോട്ട് മീറ്റിംഗ് ടാർഗറ്റ്സ്. ഓക്കെ, ഒപ്റ്റിമൈസ് ചെയ്യുക, ഹാക്ക് ചെയ്യുക. ഓക്കെ, നിങ്ങൾ ഇതൊക്കെ ചെയ്യേണ്ടത്. ഹൂ ഇസ് ഡൂയിങ് റിയലി വെൽ, അതെങ്ങനെയാണ് വേറെ ക്ലയൻറ്റ് നമ്മൾക്ക് റെപ്ലിക്കേറ്റ് ചെയ്യുക. അപ്പോൾ ഡേറ്റയും വളരെ വളരെ സ്ട്രോങ് ആയിട്ടുള്ളൊരു ഫീൽഡാണ്. സോ കമ്മിങ് ബാക്ക് ഇൻ എ നട്ട്ഷെൽ, ഇഫ് യു ആർ ലുക്കിംഗ് അറ്റ് റോൾസ് പെർ സേ, ഡിജിറ്റൽ മാർക്കറ്റിങ്ങിൻ്റെ എല്ലാ റോൾസിലും, ഇപ്പോൾ പെയ്ഡ് ആയിക്കോട്ടെ, കോപ്പി ആയിക്കോട്ടെ, ഡേറ്റ ആയിക്കോട്ടെ, SEO ആയിക്കോട്ടെ, UI UX, ഇമെയിൽ മാർക്കറ്റിംഗ് ആയിക്കോട്ടെ, CRM ആട്ടെ, എല്ലാം ഹോട്ട് റോൾസാണ് ഇപ്പോൾ. ബട്ട് does not mean you will do a certification for this immediately. Wherever you go, you will get a job. No. This is another thing. നമ്മളെ നാട്ടിൽ ഇപ്പം സ്റ്റുഡൻസ് in your academy or anybody listening to this, ഇതിപ്പം കൺട്രി അഗ്നോസ്റ്റിക് ആണ് ഈ അഡ്വൈസ്. നിങ്ങളൊരു സാധനം ചെയ്ത് കഴിഞ്ഞാൽ, ഇപ്പോൾ നിങ്ങൾ ഈ കോഴ്സ് ചെയ്ത് ട്രൈ ടു നീഷ് ഡൗൺ, സ്പെസിഫിക്. സോ ദർ ഇസ് ദിസ് കോൺസെപ്റ്റ് കോൾഡ് T-shaped marketer എന്ന് പറഞ്ഞിട്ട്. സോ ഓൾ ദിസ് ഒരു ലൈൻ ഐറ്റം നമ്മൾ എഴുതി കഴിഞ്ഞാൽ, ഇപ്പം PPC ഉണ്ട്, അതൊക്കെ ഓരോരോ സെക്ഷൻസ് ആണ്. ഏതെങ്കിലും ഒരു സെക്ഷനിൽ ഡൈവ് ഡൗൺ ചെയ്യാം. അതിപ്പോൾ നിങ്ങൾ ആഡ്സ് ആണെങ്കിൽ ആഡ്സിൽ സ്പെസിഫിക് ആയിട്ട് പോവാം. E-commerce ആണോ, ഫേസ്ബുക്ക് ആണോ, ഷോപ്പിഫൈ ആണോ, ഗൂഗിൾ ആണോ, ആപ്പ് ആണോ, ഏതെങ്കിലും. ബിക്കോസ്
എത്ര കൂടുതൽ സ്പെഷ്യലൈസേഷൻ ഉണ്ട് അത്രയും ബെറ്റർ ജോബ് ഓപ്പർച്യൂണിറ്റീസ്, ബെറ്റർ പേ ഉണ്ട്. ബിക്കോസ് പണ്ട് ഒരു വളരെ ഇപ്പം നമ്മൾ കേരളത്തിലുള്ള പല ആൾക്കാരും ഇത് റിലേറ്റ് ചെയ്യും, കുറച്ച് കോൺട്രവേഴ്ഷ്യൽ ആയിരിക്കും പക്ഷേ റിലേറ്റ് ചെയ്യും. നമ്മളെല്ലാവരും 12th കഴിഞ്ഞ് BCom എടുത്തിട്ട് ആൾക്കാരെ വിസിറ്റ് ചെയ്തിട്ട് ദുബായിൽ വരും ഫോർ ലുക്കിംഗ് ഫോർ എ ജോബ്. ഒരു 10 വർഷം മുമ്പ് ഈ വന്ന ഒരു 100 ആൾക്കാരിൽ 70% പീപ്പിൾ ഗോട്ട് ജോബ്സ്. ബിക്കോസ് BCom ആണ്, അക്കൗണ്ടൻ്റ് ആയിട്ട് എന്തെങ്കിലും ഒരു ചെറിയ ജോലിയിൽ കയറി. 5 വർഷം മുമ്പ് 10 വർഷം 70 ആൾ കിട്ടി. ഇപ്പോൾ 5 വർഷം മുമ്പ് 30 ആൾ കിട്ടി. ഇന്ന് 2022 2 ആൾക്കാണ് ചിലപ്പോൾ ജോലി കിട്ടുന്നത്. ജനറലിസ്റ്റിന് ഒരു ജോലിയുമില്ല, സ്പെഷ്യലിസ്റ്റിന് ജോലിയുണ്ട്. എത്ര മോശം മാർക്കറ്റാണെങ്കിലും. ബിക്കോസ് ഈ കോവിഡിൻ്റെ ടൈമിൽ ഏറ്റവും വലിയ എക്സാമ്പിൾ ഇതാണ്. കോവിഡിൻ്റെ ടൈമിലാണ് ഞാൻ നമ്മളെ ഏജൻസി ഇന്ത്യയിൽ നിന്ന് ഹയർ ചെയ്തത്, ഫസ്റ്റായിട്ട് റിമോട്ടായി ഹയർ ചെയ്തത്. All the people who got jobs, right, they all got jobs because they had specification. They had specialization into one field. Okay. And the kind of salaries that we are paying them here is really good money. For Dubai, okay, we are saving some money. But for Indian market, the current market, it is very high money. Just because what? Specialization. And this is the beauty of this, right? നിങ്ങളിപ്പോൾ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഇറങ്ങുന്നുണ്ട്, നിങ്ങൾക്ക് നല്ല സ്പെഷ്യലൈസേഷൻ ഉണ്ട്. നിങ്ങൾക്ക് ദുബായിൽ പോകണ്ട, you want to stay at your home. You can still do this job sitting in India because companies from UAE, US, Dublin, like Ireland, ബ്രസീലിന് ഭയങ്കര ഡിമാൻഡ് ഉണ്ട് ഇന്ത്യൻ വർക്ക് ഫോഴ്സിന്. ഓക്കെ. ബിക്കോസ് I have a second business, AML. അപ്പോൾ അതിലെൻ്റെ പാർട്ട്നേഴ്സ് ഫുൾ ബ്രസീലിയൻ ടീംസാണ്. ഈവൻ യൂബ്രിക്കിൽ നമ്മൾക്കൊരു അലൈൻമെൻ്റ് ഉണ്ട്. ബ്രസീൽ ആൾക്കാർ ഇന്ത്യക്കാരെ കാണുന്നത് വേറെ ലൈറ്റിലാണ്. സിമിലർ മാർക്കറ്റാണ്. ബിക്കോസ് ദേ CEO ഓഫ് മൈക്രോസോഫ്റ്റ്, എല്ലാത്തിൻ്റെ CEOs ഇന്ത്യൻസ് ആണ്. ഗൂഗിള് ഇന്ത്യനാണ്, ഇന്ത്യൻ ഒറിജിൻ മതി. അപ്പോൾ അവർ പറയും അവരെ അസംഷൻ ഇസ്, ആൻഡ് നമ്മളിപ്പോൾ ഇന്ത്യയിലാണല്ലോ 70%, ലാസ്റ്റ് വീക്ക് ഓഫ് സീൻ ദിസ് റിപ്പോർട്ട് 70 to 80% നോളജ് വർക്കേഴ്സ് ഇന്ത്യയിൽ നിന്ന് പ്രൊവൈഡ് ചെയ്യുന്നത്. സോ പൊട്ടൻഷ്യൽ നാട്ടിലിരുന്നുകൊണ്ട് ഇഷ്ടംപോലെ പൊട്ടൻഷ്യൽ ഉണ്ട്. പണ്ടത്തെ മാതിരി കുറേ ടൈമും പൈസയും ഇതൊക്കെ ചിലവാക്കി ഫ്ലൈറ്റ് എടുത്ത് അവിടെ പോയി കഷ്ടപ്പെട്ട് തിന്ന ആവശ്യമില്ല. കെൻ സ്റ്റിൽ സ്റ്റേ ഹിയർ, ഗെറ്റ് ദ ജോബ്. ബട്ട് ആസ് the most important thing is specialization വേണം. So this T-shape വളരെ important. So advice to students who are studying, doing this, whatever course they are doing, try to get into a specialization in any of these particular areas. So yeah, that is, and one last role is there, which I had saved for the last year. Okay. And this role is called the account manager role, or client success. Digital, let's say, this is one person who is in extreme high demand. Okay. എവ്രിവെയർ ഇൻ ദ വേൾഡ്. SEOക്കാർക്ക് ഡിമാൻഡ് ഉണ്ട്, PPCക്കാർക്ക് ഡിമാൻഡ് ഉണ്ട്. പക്ഷേ പൂളിൽ കുറച്ച് കാശ് കൂടുതൽ കൊടുത്തിട്ട് യു ക്യാൻ ഓൾവേസ് ഫൈൻഡ് പീപ്പിൾ. കിട്ടാത്ത ആൾ ഈ ക്ലയൻറ്റ് സക്സസ് അക്കൗണ്ട് മാനേജർ ആളാണ്. പ്രൊഫൈൽ ഓഫ് ദിസ് പേഴ്സൺ ഐ വിൽ ടെൽ യു, സംബഡി ഒരു 3-4 വർഷം ഹീസ് ജംപ് ബിറ്റ്വീൻ PPC, he's done a little bit of ads, he's done a little bit of social media. Basically, he understands the ecosystem. Okay. Client success account manager are the person in an agency environment or in a business environment who is the one who's going to be dealing with the clients directly. But agency learning, you are the person who's going to speak to the client. So you need to have enough understanding of when the client is saying nammala ee aaychte SEO ande nammala links work cheyiditla allenge nammala rankings kornu, he has the understanding to keep a discussion going. He's the POC for everything. Yeah. Okay. Ee role vayangara hot aanu, and it's paid slightly more than the other roles. Usually these guys are paid higher than the other roles. Okay. So idindana idile ഭയങ്കര ഒരു ചാലഞ്ചിങ് റോളായത്. ബിക്കോസ് യു നീഡ് ടു ഹാവ് എക്സ്ട്രീംലി ഗുഡ് പീപ്പിൾ സ്കിൽസ്. ആൻഡ് ഇപ്പം എൻ്റെ ഏജൻസിയിൽ ഒരാളുണ്ട്, ഈസ് ഫ്രം കാലിക്കറ്റ്, ഹീസ് കറൻ്റ്ലി ഇൻ കാലിക്കറ്റ് അസദ് എന്ന് പറഞ്ഞിട്ട്. പുള്ളിക്കാരൻ ഒരു വെറ്ററിനാണ്, PPC വെറ്ററിനാണ്. പക്ഷേ 6-7 വർഷം PPC കഴിഞ്ഞു. ഹി ഹാസ് ഗുഡ് പബ്ലിക് പീപ്പിൾ സ്കിൽസ്. നൗ ഹീസ് എൻ അക്കൗണ്ട് മാനേജർ ആൻഡ് ഹീസ് ഡൂയിങ് എൻ എക്സ്ട്രീംലി ഗുഡ് ജോബ് compared to the PPC role. Okay. He's handling all my heavyweight clients right now. And he's sitting here in Calicut. Okay. So ഞാൻ പറയുന്നത് ഈ അക്കൗണ്ട് മാനേജർ റോള്, ക്ലയൻറ്റ് സക്സസ് റോള് ഭയങ്കര സോളിഡാണ്. ഗ്രോത്ത് പൊട്ടൻഷ്യൽ ഉണ്ടല്ലോ. ഈ ബാക്കിയുള്ള റോളിലും യു ഹാവ് ഗ്രോത്ത് പൊട്ടൻഷ്യൽ, ബട്ട് ആസ് എൻ അക്കൗണ്ട് മാനേജർ യുവർ ഗ്രോത്ത് പൊട്ടൻഷ്യൽ ഇസ് അൺലിമിറ്റഡ്. യു ക്യാൻ റീച്ച് ടു എ ഡിഫറെൻറ്റ് ലെവൽ ഓൾ ടുഗെദർ, ആൻഡ് നല്ല ഡിമാൻഡുമാണ്. സോ ഇതാണ് ഓവറോൾ. I hope whatever I can think of, like for the students, and definitely, and one more thing that came to my mind is ഒരു വലിയൊരു ചേഞ്ചിങ് കൂടി വരുന്നത് വെച്ചാൽ റവന്യൂ ഓപ്പറേഷൻസ് എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റ് ഉണ്ട്. Okay. Where
നമ്മളിപ്പോൾ ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളും പണ്ട് മാർക്കറ്റിംഗ് ഓർ സെയിൽസ് എന്ന് പറഞ്ഞിട്ടാണ് സ്പ്ലിറ്റ് ചെയ്തിട്ടുള്ളത്. ഒരു 5 കൊല്ലത്തിനുള്ളിൽ all this will be called as revenue operations. Okay. Because in fact they are. Instead of sales, it's going to be revenue operations. Like sales, sales, marketing, customer service, because end of the day, all of these departments are working for what? Towards revenue. Yeah. So the concept is called revenue operations. So revenue operations as a term is been around for a while. Okay. So HubSpot പോലത്തെ ആൾക്കാർ വന്നു, അതിനെ RevOps എന്ന് വിളിച്ചു, അതിൻ്റെ ഒരു സർട്ടിഫിക്കേഷൻ കൊണ്ടുവന്നു, because their platform supports it. So even if you are ഒരു 5 കൊല്ലത്തിനുള്ളിൽ you will see ads on LinkedIn for revenue RevOps specialists. Okay. This is a person who understands marketing. This is a person who understands sales. Who understands digital. ഇത് ബ്രിഡ്ജ് ചെയ്യാൻ പറ്റുന്ന ആൾക്കാർ. 5 വർഷത്തിൽ ഭയങ്കരമായിട്ടൊരു എവല്യൂഷനാണ് മാർക്കറ്റിൽ വരുന്നത്. സോ ഇഫ് യു വാണ്ട് ടു പ്രിപ്പയർ യുവർ സെൽഫ് can start working on it right now itself. Okay. So I hope, I think not too much information, but it was valuable. I think we have covered enough, like more than enough. And കുറച്ച് ലെങ്തി ആയി തോന്നുന്നു, but still I think we have almost dug up into so many roles and so many scopes of it. Why is it and why is it not? So I think that's all from my side for this. Is there anything that you want to add up, like finally? No, that's it. I'm first of all, I would like to, I'm really grateful that you guys had me over, and I hope the biggest, I want to make sure there is some value in this. People, somebody who listens to this, they find some value, and definitely you can find me on LinkedIn. And I know you have a podcast of your own. Yeah. I also checked when I was coming. I have a personal project called Mindset Kitchen. Okay. It's a podcast. Not very consistent. And I'm a co-host, and he's in Ireland. Okay. He's ex-LinkedIn, ex-HubSpot guy, doing a startup now. So we do every month one episode. We talk about psychology, books that we read, stuff like this. So reach out to me if you guys need. I'm more than happy to actually help you guys out. I can at least guide whatever I can. And I really wish you all the best with the academy. I know you guys are working on a lot of things. And I'm really happy to see that നമ്മളെ കേരളത്തിൽ കാലിക്കറ്റ് പോലത്തെ ഒരു സ്ഥലത്ത് ഒരു പ്രാക്ടിക്കൽ അക്കാഡമി വന്നു. Because the people behind the academy are not people who are academic ആൾക്കാരല്ല. And no offense to academic people. പക്ഷേ people who are actually practicing what they're preaching. And I thought you have some hashtag, less preach and though. Zero preachers. Yeah. Definitely. Amazing. Good luck. Thank you so much. Thank you so much, Sheyaf. Yeah, so hoping to see you again soon with a different thing. So take care and good night. Thank you guys. Have a lovely week. Bye-bye. Bye-bye.